Hi all, welcome back to my YouTube channel. So ഇന്ന് CPT Updates 2025 പാർട്ട് 3 വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഓൾറെഡി പാർട്ട് 1 ആൻഡ് 2 ഞാൻ നല്ല ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകും. അപ്പോൾ നെക്സ്റ്റ് ചാപ്റ്റർ വരുന്നത് മെയിൽ ജെനൈറ്റൽ സിസ്റ്റം. മെയിൽ ജെനൈറ്റൽ സിസ്റ്റം ചാപ്റ്ററിൽ 2 ന്യൂ കോഡ്സ് ആണ് ആഡ് ആയിട്ടുള്ളത്. റിവൈസ്ഡ് കോഡ്സ് ഒന്നും ഇല്ല, ഒരു കോഡ് ഡിലീറ്റ് ആയിട്ടുണ്ട്. അപ്പം ന്യൂ കോഡ്സ് വന്നിട്ടുള്ളത് 55881 55882 രണ്ട് കോഡ്സാണ് വന്നിട്ടുള്ളത്. സോ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ നോക്കാം. 55881 എന്ന് പറഞ്ഞാൽ അബ്ലേഷൻ ഓഫ് പ്രോസ്റ്റേറ്റ് ടിഷ്യൂ ട്രാൻസ്യൂറിട്രൽ യൂസിങ് തെർമൽ അൾട്രാസൗണ്ട് ഇൻക്ലൂഡിംഗ് MRI ഗൈഡൻസ് ഫോർ ആൻഡ് മോണിറ്ററിംഗ് ഓഫ് ടിഷ്യൂ അബ്ലേഷൻ. അതായത് പ്രോസ്റ്റേറ്റ് ടിഷ്യൂവിൻ്റെ അബ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അബ്നോർമൽ ടിഷ്യൂസിനെ റിമൂവ് ചെയ്യുക, ഡിസ്ട്രോയ് ചെയ്യുന്നതിനാണ് അബ്ലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ തെർമൽ യൂസ് ചെയ്തിട്ട് പ്രോസ്റ്റേറ്റ് ടിഷ്യൂസിനെ അബ്ലേറ്റ് ചെയ്യുന്ന മെത്തേഡിനെയാണ് നമ്മൾ 55881 പ്രൊസീജിയർ കോഡ് കൊടുക്കുന്നത്. അതിൽ MRI ഗൈഡൻസ് ഇൻക്ലൂഡഡ് ആണ്. ഇനി 55882 എന്ന് പറഞ്ഞാൽ ഈ സെയിം കോഡ് ഡിസ്ക്രിപ്ഷൻ, അതിൻ്റെ കൂടെ ആ സെമിക്കോളൻ കഴിഞ്ഞിട്ട് വിത്ത് ഇൻസേർഷൻ ഓഫ് ട്രാൻസ്യൂറിട്രൽ അൾട്രാസൗണ്ട് ട്രാൻസ്ഡ്യൂസർ ഫോർ ഡെലിവറി ഓഫ് തെർമൽ അൾട്രാസൗണ്ട് ഇൻക്ലൂഡിംഗ് സുപ്രാപ്യൂബിക് ട്യൂബ് പ്ലേസ്മെൻറ്റ് ആൻഡ് പ്ലേസ്മെൻറ്റ് ഓഫ് എൻ എൻഡോറെക്ടൽ കൂളിംഗ് ഡിവൈസ് വെൻ പെർഫോം. അതായത് ഈ പ്രോസ്റ്റേറ്റ് ടിഷ്യൂവിൻ്റെ അബ്ലേഷൻ യൂസിങ് തെർമൽ അൾട്രാസൗണ്ട്, ആ പ്രൊസീജിയറും അതിൻ്റെ കൂടെ തന്നെ എന്തും കൂടെ ഉണ്ട്, ഈ ട്രാൻസ്യൂറിട്രൽ അൾട്രാസൗണ്ട് ട്രാൻസ്ഡ്യൂസറിൻ്റെ പ്ലേസ്മെൻറ്റ് ഇൻസേർഷനും കൂടെ പ്രൊസീജിയറിൽ പറയുന്നുണ്ടെങ്കിൽ അപ്പോഴാണ് നമ്മൾ 55882 കൊടുക്കുക. ഇപ്പം നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതായത് നമ്മൾ മുന്നേ ഒരു കോഡ് പഠിച്ചിട്ടുണ്ട്, യൂറിനറി സിസ്റ്റത്തിൽ ഒരു കോഡ് പഠിച്ചിട്ടുണ്ട് 51721. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കോഡും ഈ കോഡ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ഈ 51721 എന്ന് പറയുന്നത് ഈ ട്രാൻസ്യൂറിട്രൽ അബ്ലേഷൻ ട്രാൻസ്ഡ്യൂസറിൻ്റെ ആ ട്രാൻസ്ഡ്യൂസറിൻ്റെ ഇൻസേർഷൻ മാത്രം പറയുകയാണെങ്കിലാണ് നമ്മൾ 51721 കൊടുക്കേണ്ടത്. പിന്നെ ഈ കോഡ്സ് എപ്പോഴാണ് കൊടുക്കേണ്ടത്? 55881 കൊടുക്കേണ്ടത് ഈ പ്രൊസീജിയർ അബ്ലേഷൻ ഓഫ് പ്രോസ്റ്റേറ്റ് ടിഷ്യൂ യൂസിങ് തെർമൽ അൾട്രാസൗണ്ട് ഈ പ്രൊസീജിയർ പറയുകയാണെങ്കിലാണ് 55881 കൊടുക്കേണ്ടത്. 55882 കൊടുക്കേണ്ടത് ഇത് രണ്ടും കൂടെ പറയുകയാണെങ്കിൽ, അതായത് അബ്ലേഷൻ ഓഫ് പ്രോസ്റ്റേറ്റ് ടിഷ്യൂ വിത്ത് ഇൻസേർഷൻ ഓഫ് ട്രാൻസ്യൂറിട്രൽ അൾട്രാസൗണ്ട് ട്രാൻസ്ഡ്യൂസർ, ഇത് രണ്ടും കൂടെ വരുമ്പോഴാണ് 55882 കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ചാപ്റ്റർ വരുന്നത് ഫീമെയിൽ ജെനൈറ്റൽ സിസ്റ്റം. ഫീമെയിൽ ജെനൈറ്റൽ സിസ്റ്റത്തിൽ ന്യൂ കോഡ്സ് ഒന്നും ആഡ് ആയിട്ടില്ല. ഒരു കോഡ് റിവൈസ് ചെയ്തിട്ടുണ്ട്, ഒരു കോഡ് ഡിലീറ്റ്. റിവൈസ് ചെയ്ത കോഡ് നേരത്തെ മുന്നത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞ പോലെ ജസ്റ്റ് ഒരു സെമിക്കോളൻ്റെ ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. നെക്സ്റ്റ് എൻഡോക്രൈൻ സിസ്റ്റം ചാപ്റ്റർ ആണ്. എൻഡോക്രൈൻ സിസ്റ്റം ചാപ്റ്ററിൽ 2 പുതിയ കോഡ്സ് ആഡ് ആയിട്ടുണ്ട്. റിവിഷനും ഡിലീഷനും ഒന്നും നടന്നിട്ടില്ല. സോ ന്യൂ കോഡ് ആഡ് ചെയ്തിട്ടുള്ളത് 60660 എന്ന് പറഞ്ഞ കോഡും 60661 എന്ന് പറഞ്ഞ കോഡും ആണ്. സോ 60660 കോഡ് ഡിസ്ക്രിപ്ഷന് അബ്ലേഷൻ ഓഫ് 1 or more തൈറോയിഡ് നോഡ്യൂൾസ്, 1 lobe or the isthmus percutaneous including image guidance, radio frequency. അപ്പോൾ ഈ തൈറോയിഡ് നൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ തൈറോയിഡ് ഗ്ലാൻഡിൽ കാണുന്ന ഒരു അബ്നോർമൽ ലംബിനെ പറയുന്നതാണ് നമ്മൾ തൈറോയിഡ് നൊഡ്യൂൾ. ഈ തൈറോയിഡ് നോഡ്യൂൾസിൻ്റെ അബ്ലേഷന് കൊടുക്കുന്ന കോഡാണ് 60660 ആണെങ്കിലും 60661 ആണെങ്കിലും. കോഡ് ഡിസ്ക്രിപ്ഷൻ നോക്കാം. 60660 എന്ന് പറഞ്ഞാൽ ablation of 1 or more thyroid nodules, 1 lobe or the isthmus percutaneous including imaging guidance, radio frequency. അപ്പോൾ ഒന്നിൽ കൂടുതൽ തൈറോയിഡ് നോഡ്യൂൾസോ അബ്ലേറ്റ് ചെയ്താൽ അത് നമുക്കറിയാം, നമുക്ക് 2 ലോബ്സ് ഉണ്ട് തൈറോയിഡിന്. അതിൽ 1 ലോബ് ആണെന്നുണ്ടെങ്കിലാണ് നമ്മൾ 60660 കൊടുക്കുക. പിന്നെ 60661 എപ്പോഴാണ് കൊടുക്കുക? അഡീഷണൽ ലോബിന്. ഓക്കെ, അതായത് എത്ര തൈറോയിഡ് നോഡ്യൂൾസ് അബ്ലേറ്റ് ചെയ്തു എന്നുള്ളതിനല്ല അവിടെ സിഗ്നിഫിക്കൻസ്. ഏത് ലോബ്, 1 ലോബാണോ അല്ലെങ്കിൽ 2 ലോബ്സിലും അബ്ലേഷൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതിനനുസരിച്ചാണ് കൊടുക്കേണ്ടത്. 2 ലോബ്സിലും തൈറോയിഡ് നോഡ്യൂൾസ് അബ്ലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ 60660 കൊടുക്കണം. ആഡ് ഓൺ കോഡായിട്ടുള്ള 60661 കൊടുക്കണം. ഓക്കെ,
ചാപ്റ്റർ നെർവസ് സിസ്റ്റം. നെർവസ് സിസ്റ്റത്തിൽ 7 ന്യൂ കോഡ്സ് വരുന്നുണ്ട്. റിവൈസ്ഡ് കോഡ്സും ഡിലീറ്റഡ് കോഡ്സും ഒന്നും ഇല്ല. So first code 61715, magnetic resonance imaging guided high intensity focused ultrasound, MRG FUS, stereotactic ablation of target intracranial, including stereotactic navigation and frame placement when performed. അതായത് ഓരോ പുതിയ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയേഴ്സിനാണ് നമുക്ക് ഈ കോഡ്സൊക്കെ വരുന്നത്. അത് ഈ MRG-FUS എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്റിൻ്റെ കോഡാണ് 61715. ഓക്കെ, ഇത് ന്യൂറോ ജനറേറ്റീവ് ഡിസോർഡേഴ്സ് ലൈക്ക് പാർക്കിൻസൺസ് ഡിസീസിൻ്റെ ഒക്കെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡാണ് ഈ MRG-FUS എന്ന് പറഞ്ഞാൽ. അതായത് ഈ MRI ഗൈഡഡ് ഹൈ ഇൻറ്റൻസിറ്റി അൾട്രാസൗണ്ട്സ് ബ്രെയിനിലെ തലാമസിലെ സെൽസിനെയൊക്കെ ടാർഗറ്റ് ചെയ്ത് അത് അബ്ലേറ്റ് ചെയ്യും, ഡിസ്ട്രോയ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് സെറ്റ് ഓഫ് കോഡ്സ് വരുന്നത് thoracic facial plane ബ്ലോക്ക് എന്നാണ്. അപ്പോൾ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ അനസ്തേഷ്യ കൊടുക്കുന്നതിന് ആണ് നമ്മൾ ബ്ലോക്ക് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ thoracic facial പ്ലെയിനിൽ അനസ്തേഷ്യ കൊടുക്കുന്നത്. എന്താ ഈ ഫേഷ്യൽ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ രണ്ട് ഫേഷ്യേൻ്റെ ഇടക്ക് വരുന്ന ആ സ്പേസിനാണ് ഫേഷ്യൽ പ്ലെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ തൊറാക്സ് റീജിയനിൽ രണ്ട് ഫേഷ്യൻ്റെ ഇടക്ക് വരുന്ന പ്ലെയിനിൽ ബ്ലോക്ക് കൊടുക്കുന്നതിനാണ് നമ്മൾ thoracic facial പ്ലെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കോഡ്സ് വരുന്നത് 64466, 64467, 64468, 64469. അത് യൂണിലാറ്ററൽ ആണോ ബൈലാറ്ററൽ ആണോ എന്ന് നോക്കുക. പിന്നെ ഇഞ്ചക്ഷൻ ആണോ അതോ ഇൻഫ്യൂഷൻ, കണ്ടിന്യൂസ് ഇൻഫ്യൂഷൻ ആണോ എന്ന് നോക്കുക. അതിനനുസരിച്ച് കോഡ് കൊടുക്കുക. ഓക്കെ, യൂണിലാറ്ററൽ ആണ് ഇഞ്ചക്ഷൻ ആണെന്നുണ്ടെങ്കിൽ 64466, യൂണിലാറ്ററലിൽ ഇൻഫ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ 64467. അതുപോലെ ബൈലാറ്ററലിൽ വരുന്ന രണ്ട് കോഡ്സ് ആണ് 64468ഉം 69ഉം. ഇനി അതുപോലെ നെക്സ്റ്റ് ഫേഷ്യൽ പ്ലെയിൻ ബ്ലോക്കിൻ്റെ കോഡ് ലോവർ എക്സ്ട്രിമിറ്റി ഫേഷ്യൽ പ്ലെയിൻ ബ്ലോക്കിൻ്റെ കോഡ്സ് 64473ഉം 64474ഉം. രണ്ടും യൂണിലാറ്ററൽ കോഡാണ്. ഇവിടെ നമ്മൾ ഇഞ്ചക്ഷൻ ആണോ കണ്ടിന്യൂസ് ഇൻഫ്യൂഷൻ ആണോ എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് ഏതാണെന്ന് വെച്ചാൽ കൊടുക്കുക. നെക്സ്റ്റ് ചാപ്റ്റർ ഐ ആൻഡ് ഒക്യുലാർ അഡ്നെക്സ. ഇതിൽ ഒറ്റ കോഡേ ആഡ് ചെയ്തിട്ടുള്ളൂ. ന്യൂ കോഡ് വരുന്നത് 66683, ഇംപ്ലാന്റേഷൻ ഓഫ് ഐറിസ് പ്രോസ്തസിസ് ഇൻക്ലൂഡിംഗ് സ്യൂച്ചർ ഫിക്സേഷൻ ആൻഡ് റിപ്പയർ ഓർ റിമൂവൽ ഓഫ് ഐറിസ് വെൻ പെർഫോംഡ്. അതായത് ഐറിസ് ഇല്ലാത്ത കണ്ടീഷൻസ്, ഈ ചിലപ്പോൾ അത് പാർഷ്യലി ആയിരിക്കും, ചിലപ്പോൾ ഫുള്ളി ഐറിസ് ഉണ്ടാവില്ല പേഷ്യൻറ്റിന്. അങ്ങനത്തെ കണ്ടീഷനെയാണ് അനിറിഡിയ എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഈ അത് ചിലപ്പോൾ ജനറ്റിക്കലി, അതായത് ബൈ ബർത്ത് തന്നെ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ചിലപ്പം എന്തെങ്കിലും ട്രോമ ഒക്കെ കാരണം ഇല്ലാതായതായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഈ അനിറിഡിയ ഐറിസ് ഇല്ലാത്ത കേസസിൽ ഐറിസ് പ്രോസ്തസിസ് ഇംപ്ലാന്റ് ചെയ്യുന്നതിന് വെച്ച് പിടിപ്പിക്കുന്നതിനാണ് നമ്മൾ ഈ 66683 ഇംപ്ലാന്റേഷൻ ഓഫ് ഐറിസ് പ്രോസ്തസിസിൻ്റെ കോഡ് കൊടുക്കുന്നത്. ഓക്കെ, അതിൽ കുറേ സ്യൂച്ചർ ഫിക്സേഷനും റിപ്പയർ ഓർ റിമൂവൽ ഓഫ് ഐറിസും ഒക്കെ ഇൻക്ലൂഡ് ആണ് എന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് ചാപ്റ്റർ വരുന്നത് റേഡിയോളജി ആണ്. റേഡിയോളജി ചാപ്റ്ററിൽ 6 ന്യൂ കോഡ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. റിവിഷനും ഡിലീഷനും ഒന്നും ഇല്ല. അപ്പം 6 ന്യൂ കോഡ്സും വന്നിട്ടുള്ളത് MR സേഫ്റ്റി റിലേറ്റഡ് കോഡ്സ് ആണ്. അപ്പോൾ ഈ MR സേഫ്റ്റി എന്ന് പറഞ്ഞാൽ എന്താ, MR എന്ന് വെച്ചാൽ നമ്മൾ MRI എടുക്കുന്ന മാഗ്നറ്റിക് റെസോണൻസ് ഇമേജിങ്. MRI എടുക്കുന്നതിൻ്റെ മുന്നേ നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതായത് MRI എടുക്കുമ്പോൾ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെതായിട്ടുള്ള സേഫ്റ്റി മെഷേഴ്സ് എടുക്കണം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം മെറ്റൽ കോമ്പണൻസ് ഒന്നും ആ പരിസരത്തെ, അതായത് MRI സ്വീറ്റിൽ ഒന്നും വെക്കാൻ പാടില്ല. ഇത് MRI എക്വിപ്മെൻറ്റിനും പേഷ്യൻറ്റിനും പിന്നെ അവിടെ പ്രസൻ്റ് ആയിട്ടുള്ള സ്റ്റാഫിനും പിന്നെ MRI എടുക്കുന്നതിനും ഒക്കെ കേടാണ്. ഓക്കെ, അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒക്കെ കോഡ്സാണ് ഈ വരുന്ന നെക്സ്റ്റ് 6 കോഡ്സും. ഇതിൻ്റെയൊക്കെ ഓരോ
കാര്യങ്ങൾ റിലേറ്റഡ് ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ മെറ്റാലിക് ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു അതൊക്കെ റിമൂവ് ചെയ്യണം, ആ പരിസരത്ത് നിന്ന് റിമൂവ് ചെയ്യണം. പക്ഷെ ചിലപ്പോൾ പേഷ്യൻറ്റിൻ്റെ ബോഡിയിൽ റിമൂവ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള മെറ്റാലിക് സ്ട്രക്ചേഴ്സ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇംപ്ലാന്റ്സ് ഒക്കെ, നമ്മൾ പേസ് മേക്കർ, ഡിഫിബ്രിലേറ്റർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരെ MRI സേഫ് ആക്കണം. അതായത് ഇപ്പം ഇംപ്ലാന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവരെ പ്രോഗ്രാമിംഗ് ചെയ്തിട്ട് അവർ MRI സേഫാക്കി മാറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യണം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങളുടെ കോഡ്സാണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഇതിലെ ഫസ്റ്റ് 2 കോഡ്സ് നോക്കാം, 76014ഉം 76015. ഇതിലെ ഫസ്റ്റ് 3 കോഡ്സ് 76014ഉം 15ഉം 16ഉം MRI എടുക്കുന്ന ഡേറ്റ് ഓഫ് സർവീസിൻ്റെ ബിഫോർ ചെയ്യുന്ന പ്രൊസീജിയേഴ്സിന് കൊടുക്കുന്ന കോഡ്സാണ് ആ 3 കോഡ്സും. ഓക്കെ, ഇതിൽ 76014ഉം 15ഉം നിങ്ങൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും ഇത് ട്രെയിൻഡ് ക്ലിനിക്കൽ സ്റ്റാഫ് ചെയ്യുന്ന അസസ്മെൻ്റ് ആണ്. അതായത് ഫിസിഷ്യന് കൊടുക്കുന്ന കോഡല്ല, ഇത് ഒരു ടെക്നിക്കൽ ആസ്പെക്റ്റിൽ ടെക്നീഷ്യൻ്റെ കോഡാണ് ഈ 76014ഉം 15ഉം. ഇത് എന്തിനാണ് കൊടുക്കുന്നത്? MR സേഫ്റ്റി ഇംപ്ലാന്റ് ആൻഡ് ഓർ ഫോറിൻ ബോഡി അസസ്മെൻറ്റ് ബൈ ട്രെയിൻഡ് ക്ലിനിക്കൽ സ്റ്റാഫ്. ഓക്കെ, അതായത് ഇംപ്ലാന്റ് അല്ലെങ്കിൽ ഫോറിൻ ബോഡീസ് പേഷ്യൻറ്റിൻ്റെ ശരീരത്ത് ഉണ്ടോ, പിന്നെ ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ സോഴ്സസും വെറിഫിക്കേഷനും, അതായത് അവരുടെ റിപ്പോർട്ട്സും ഇമേജിങ് റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അവരുടെ മുന്നേ ചെയ്തിട്ടുള്ള ഇമേജിങ്ങും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഉള്ള ഈ ഇംപ്ലാന്റും ഫോറിൻ ബോഡീസും ഒക്കെ അസസ് ചെയ്യുന്നതിന് കൊടുക്കുന്ന കോഡ്സാണ് MR സേഫ്റ്റി ഇംപ്ലാന്റ് ആൻഡ് ഓർ ഫോറിൻ ബോഡി അസസ്മെൻറ്റിൻ്റെ കോഡ് 76014. അത് ഇനീഷ്യൽ 15 മിനിറ്റ്സിന് കൊടുക്കുന്ന കോഡാണ് 76014. ഇനി അതിൽ കൂടുതലുണ്ടെങ്കിൽ ഓരോ അഡീഷണൽ 30 മിനിറ്റ്സിനും കൊടുക്കുന്ന കോഡാണ് 76015. അതായത് 45 മിനിറ്റ്സ് ആണ് എടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ 76014 76015 അങ്ങനെ കൊടുക്കും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് 76016 MR സേഫ്റ്റി ഡിറ്റർമിനേഷൻ ബൈ എ ഫിസിഷ്യൻ. അതായത് നേരത്തെ ഞാൻ പറഞ്ഞു അത് ടെക്നീഷ്യന് കൊടുക്കുന്ന ക്ലിനിക്കൽ സ്റ്റാഫ് ചെയ്യുന്ന പ്രൊസീജിയറിന് കൊടുക്കുന്ന കോഡാണ്. പക്ഷേ ഇത് എന്താ, MR സേഫ്റ്റി ആരാ ഡിറ്റർമൈൻ ചെയ്യുന്നത്? ഫിസിഷ്യൻ ഓർ അതർ ക്വാളിഫൈഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ആണ്. അതിലെന്തൊക്കെ വരുന്നുണ്ട്? ഇംപ്ലാന്റ്സിനെ റിവ്യൂ ചെയ്യുക, പിന്നെ MR കണ്ടീഷൻസ് ഫോർ ഇൻഡിക്കേറ്റഡ് MR എക്സാമിനേഷൻ, പിന്നെ റിസ്ക് വേഴ്സസ് ക്ലിനിക്കൽ ബെനിഫിറ്റ്. ഈ MR എക്സാമിനേഷൻ ചെയ്താൽ അതിൻ്റെ റിസ്ക് എന്തൊക്കെയാണ്, ക്ലിനിക്കൽ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് കമ്പയർ ചെയ്യുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നതിനാണ് 76016 വരുന്നത്. ഇനി 76017. ഓക്കെ, ഈ നെക്സ്റ്റ് കോഡ്സ് ഒക്കെ നമ്മൾ ഡേ ഓഫ് സർവീസ് എന്നാണ് MR ചെയ്യുന്നത് അന്ന് കൊടുക്കുന്ന കോഡ്സാണ് ഈ 76017 18 19 ഒക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ മെഡിക്കൽ ഫിസിക്സ് എക്സാമിനേഷൻ കസ്റ്റമൈസേഷൻ വരുന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ കൊടുക്കുന്ന കോഡാണ് 76017. ഓക്കെ, എല്ലാത്തിനും വലിയ വലിയ കോഡ് ഡിസ്ക്രിപ്ഷൻസ് ആണ്. അപ്പോൾ ഞാൻ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി നിങ്ങൾ കോഡ് ഡിസ്ക്രിപ്ഷൻ വായിക്കാം കേട്ടോ. ഇനി 76018 എപ്പോഴാണ്? MR സേഫ്റ്റി ഇംപ്ലാന്റ് ഇലക്ട്രോണിക് പ്രിപ്പറേഷൻ. അതായത് ഞാൻ പറഞ്ഞു എല്ലാ പേസ് മേക്കറും ഡിഫിബ്രിലേറ്ററും ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ MRI എടുക്കുന്നതിൻ്റെ മുന്നേ അതിനെ പ്രോഗ്രാമിംഗ് ചെയ്യണം എന്ന് പറഞ്ഞു. അതിനാണ് ഇലക്ട്രോണിക് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞത്. ഓക്കെ, പ്രോഗ്രാമിംഗ് ചെയ്തിട്ട് അവരെ MR സേഫ് ആക്കി മാറ്റണം. ഓക്കെ, അപ്പോൾ അതിനാണ് നമ്മൾ ഈ 76018 കോഡ് കൊടുക്കുന്നത്. പിന്നെ 76019 കോഡ് കൊടുക്കുന്നത് ഇംപ്ലാന്റ് പൊസിഷനിങ് ആൻഡ് ഓർ ഇമ്മൊബിലൈസേഷൻ. ഇംപ്ലാന്റിൻ്റെ പൊസിഷനിങ് ഓർ ഇമ്മൊബിലൈസേഷൻ ഫിസിഷ്യൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് ഫിസിഷ്യൻ ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അപ്പോൾ കൊടുക്കുന്ന കോഡാണ് 76019. ഓക്കെ, അപ്പോൾ 6 കോഡ്സ് പറഞ്ഞു. നെക്സ്റ്റ് ഈ മെഡിസിൻ ചാപ്റ്റർ വരുന്നതിൻ്റെ മുന്നേ പെത്തോളജി ആൻഡ് ലബോറട്ടറി ചാപ്റ്റർ വരുന്നുണ്ട്. അതിലൊരു ഓൾമോസ്റ്റ് 114 കോഡ്സ് ആഡ് ആയിട്ടുണ്ട്. പക്ഷേ അത് നമുക്ക് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത, അതായത് PLA പ്രൊപ്രിയേറ്ററി ലബോറട്ടറി അനലൈസിസ് ഒന്നും നമുക്ക് എക്സാമിന് ഇല്ല. അതിൽ നിന്നൊക്കെയാണ് കുറേ കോഡ്സ് ആഡ് ആയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ ചാപ്റ്റർ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല ഫോർ ദ ടൈം ബീയിങ്. ഇനി നെക്സ്റ്റ് ചാപ്റ്റർ വരുന്നത് മെഡിസിൻ ചാപ്റ്ററിലും 18 ന്യൂ കോഡ്സ് ആഡ് ആയിട്ടുണ്ട്. 22 കോഡ്സ് റിവൈസ് ചെയ്തിട്ടുണ്ട്. 69 കോഡ്സ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഇമ്പോർട്ടൻറ്റ് വണ്ണ് മാത്രമേ ഞാൻ ആഡ് ചെയ്തതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. പക്ഷേ എല്ലാം ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്.
ഇപ്പം ന്യൂ കോഡ്സിൽ ഫസ്റ്റ് വരുന്നത് കോവിഡ് വാക്സിൻ്റെ കോഡ്സ് ആണ്. അതായത് ഇപ്പോൾ കോവിഡ് വാക്സിൻ്റെ അഡ്മിനിസ്ട്രേഷൻ എക്സ്ക്ലൂസീവ് ആയിട്ട് ഒരു കോഡ് വന്നിട്ടുണ്ട് 480. ഇമ്മ്യൂണൈസേഷൻ അഡ്മിനിസ്ട്രേഷൻ ബൈ ഇൻട്രാമസ്കുലാർ ഇഞ്ചക്ഷൻ ഓഫ് സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രം കൊറോണ വൈറസ് 2. ഓക്കെ, സിംഗിൾ ഡോസ്. സോ നമുക്ക് കോവിഡ് വാക്സിൻ അഡ്മിനിസ്ട്രേഷൻ്റെ കോഡ് നമ്മളെ യൂഷ്വൽ വാക്സിനേഷൻ അഡ്മിനിസ്ട്രേഷന് നമ്മൾ എങ്ങനെയാണോ കോഡ് കൊടുക്കുക അതുപോലെ തന്നെയാണ് നമ്മൾ ഇനി കോവിഡ് വാക്സിനും കോഡ് കൊടുക്കേണ്ടത്. അതായത് കോവിഡ് അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിൽ നമ്മൾ ഈ കോഡ് കൊടുക്കുക 90480 കൊടുക്കുക. പിന്നെ ഏത് വാക്സിൻ ആണോ എന്നുള്ളതിന് പുതിയ വാക്സിൻ കോഡ്സ് വന്നിട്ടുണ്ട്, അതിൽ നിന്ന് വാക്സിൻ കോഡ്സും കൊടുക്കുക. ഓക്കെ, അപ്പോൾ കോവിഡ് വാക്സിൻ്റെ കോഡ്സ് ആണ് ഇവിടെ ഇനി പറയുന്നത്. സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രം കൊറോണ വൈറസ് 2 കൊറോണ വൈറസ് ഡിസീസ് വാക്സിൻ mRNA LNP സ്പൈക്ക് പ്രോട്ടീൻ ട്രിസ് സൂക്രോസ് ഫോർമുലേഷൻ ഫോർ ഇൻട്രാമസ്കുലാർ യൂസ്. ഇതിൽ ഈ കോമ്പോസിഷനിൽ വരുന്ന 3 കോഡ്സ് ആണ് വന്നിട്ടുള്ളത് 91318, 91319, 91320. അപ്പോൾ ഓരോന്നിൻ്റെയും കോമ്പോസിഷൻ ഡിഫറൻസ് ഒക്കെ ആണ്, അത് നിങ്ങൾ നോക്കുക. ഇതൊക്കെ ട്രിസ് സുക്രോസ് ഫോർമുലേഷൻസ് ആണ് വരുന്നത്. പിന്നെ നെക്സ്റ്റ് സ്പൈക്ക് പ്രോട്ടീൻ ട്രിസ് സുക്രോസ് ഫോർമുലേഷൻ അല്ലാത്തത്. ഓക്കെ, അതാണ് നെക്സ്റ്റ് തന്നിട്ടുള്ളത്. അപ്പം 91321 ആൻഡ് 91322. അപ്പം നിങ്ങൾ നോക്കുക എന്താണ് ഏത് വാക്സിനാണ് കൊടുത്തിട്ടുള്ളത് നോക്കുക, അതിനനുസരിച്ച് കോഡ് ചെയ്യുക. അതിൻ്റെ ഡോസേജ് ഒക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് കോഡ്. ഓക്കെ, പിന്നെ കുറച്ച് പുതിയ വാക്സിൻ കോഡ്സ്, കുറച്ച് അഡീഷണൽ വാക്സിൻ കോഡ്സും കൂടെ വന്നിട്ടുണ്ട്. 90695 ഇൻഫ്ലുവൻസ വൈറസ് വാക്സിൻ ഡിറൈവ്ഡ് ഫ്രം സെൽ കൾച്ചേഴ്സ് IMUs. പിന്നെ 90684. ഇതൊക്കെ വാക്സിൻ കോഡ്സ് ആണ്. ഇതൊന്നും എനിക്ക് അങ്ങനെ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാനില്ല. ക്വസ്റ്റ്യനിൽ ക്ലിയർ ആയിട്ട് തന്നിട്ടുണ്ടാവും ഏത് വാക്സിൻ്റെ കോഡാണ്, ഏത് വാക്സിനാണ്, ഏത് റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആണെന്നൊക്കെ തന്നിട്ടുണ്ടാവും. എക്സാക്റ്റ് ആയിട്ടൊന്ന് നോക്കിയിട്ട് ആ കോഡ് എടുക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇവിടെയും 90593 വാക്സിൻ കോഡ് തന്നെയാണ്. പിന്നെ 92137 പറയുന്നുണ്ട്. 92137 എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറൈസ്ഡ് ഒഫ്താൽമിക് ഡയഗ്നോസ്റ്റിക് ഇമേജിംഗ്, അതായത് OCT ആൻജിയോഗ്രാഫീൻ്റെ, ഓക്കെ, ഒപ്റ്റിക്കൽ കൊഹറൻസ് ടോമോഗ്രഫി ആൻജിയോഗ്രാഫീൻ്റെ കോഡാണ്. സോ ഇത് എന്തിനാന്ന് വെച്ചാൽ റെറ്റിന ഇമേജ് ചെയ്യാനാണ്. റെറ്റിനയിലെ ഡിഫറെൻറ്റ് കണ്ടീഷൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇമേജിംഗ് ടെസ്റ്റാണ് ഈ OCT ആൻജിയോഗ്രാഫി. ഇതൊക്കെ പുതിയതായിട്ട് വന്ന കോഡ്സ് ആണ്. ഇത് ഞാൻ അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്തതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നേ. ഓക്കെ, ഇവിടെ 96380 ആൻഡ് 96381 നോക്കാം കേട്ടോ. അഡ്മിനിസ്ട്രേഷൻ ഓഫ് റെസ്പിറേറ്ററി സിൻസീഷ്യൽ വൈറസ് മോണോക്ലോണൽ ആൻറ്റിബോഡി സീസണൽ ഡോസ് ബൈ ഇൻട്രാമസ്കുലാർ ഇഞ്ചക്ഷൻ വിത്ത് കൗൺസിലിംഗ്. വിത്ത് കൗൺസിലിംഗ് ആണെങ്കിൽ കൊടുക്കുന്ന കോഡ് 96380, അല്ലാതെ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ കൊടുക്കുന്ന കോഡ് 96381. ഓക്കെ, അപ്പം ഇതോടുകൂടി CPT അപ്ഡേറ്റ്സിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. എനിക്കറിയാം ലാസ്റ്റിലേക്ക് ഞാൻ കുറച്ച് ഫാസ്റ്റായി, അല്ലെങ്കിൽ വീഡിയോ കഴിയില്ല. അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ ജസ്റ്റ് മെൻഷൻ ചെയ്ത് പോയിട്ടേ ഉള്ളൂ. സോ താങ്ക് യു. ഞാൻ CPT വീഡിയോ ആയിട്ട് ICD വീഡിയോ ചെയ്യുന്നതാണ് കേട്ടോ. താങ്ക് യു.